Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടാനൊക്കെ ഒന്ന് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ 3 ദിവസത്തെ വിശേഷങ്ങളാണ് തുടർന്നുള്ള വീഡിയോസിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസൊക്കെ ഞാനിവിടെ രാവിലെ തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓരോ സ്പഞ്ചുകൾ ബേക്കായി വന്നതിനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു 3 കേക്കാണ് ബേക്കായി വരാനുള്ളത്. പിന്നെ ഞാൻ ആദ്യം മാറ്റിയതിൽ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന 1 kg സ്ക്വയർ കേക്കാണിത് കേട്ടോ. ഈ ഒരു കേക്ക് ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ലെയർ ചെയ്തതിൻ്റെ ശേഷം ഫാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ചൂടാറിയതിൻ്റെ ശേഷം ഞാനിവിടെ ഐസിങ് ചെയ്യാണ്. അപ്പോൾ 1 kg 7 ഇഞ്ച് സൈസിലാണ് ഈ ഒരു കേക്കിനെ ചെയ്തിട്ടുള്ളത്. 3 ലെയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 എഗ്ഗാണ് ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തൊന്നും അപ്ലൈ ചെയ്യുക. പിന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു കേക്കിനെ ഞാനിവിടെ ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് കൂളാക്കി എടുത്തിട്ടുള്ള കേക്കാണിത്. ഇതിനെ നോർമൽ ക്രീം വെച്ചിട്ടൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഇതിനെ ക്രീം ബീറ്റ് ചെയ്തത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണത്. ഇപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം കുറച്ച് കളർ മിക്സ് ചെയ്ത ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെ ഒരു ഡെക്കറേഷൻ ചെയ്യണേ. അപ്പോൾ സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കുന്നത്. ആ ഒരു കളർ വെച്ചിട്ട് താഴെ നിന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഡെക്കറേഷൻ വരും കേട്ടോ. ഈ ഒരു ഡെക്കറേഷൻ കേക്കിന് 4 ഭാഗത്തായിട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ ടോപ്പിലും കുറച്ച് ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ നെയിം ചെയ്ത് സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അവരെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം ഞാനിത് തലേ ദിവസം ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ. ഇത് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കും കേക്ക് സ്റ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം ബാക്കിയുള്ള പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കിനുള്ള സ്പഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കിലോയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇവിടെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. 7 ഇഞ്ചിലും 4 ഇഞ്ചിലുമാണ് ഈ ഒരു കേക്കിനെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഡ്രിപ്പ് റൂബി പിങ്ക് വെച്ചിട്ടാണ് ഡ്രിപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു കളർ മിക്സ് ചെയ്തിട്ടാണ് വൈറ്റ് ചോക്ലേറ്റിൽ ഗണേഷിൽ ഈ റൂബി പിങ്ക് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രിപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡെക്കറേഷൻ സെയിം ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ടോൾ കേക്കിലും അതുപോലെ ടയർ കേക്കിലൊക്കെ ആയിട്ട് ആ സെയിം ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കിലും ചെയ്യണത്. അപ്പോൾ ഇതിന് ഞാനിവിടെ എന്താ പറയുക, ഡ്രിപ്പൊക്കെ കൊടുത്തിട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗം സ്പാച്ചുല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാർ നോസിൽ കേട്ടോ. അപ്പോൾ ഈ ഡെക്കറേഷന് മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാർ നോസിലൊന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളതാണ്. താഴെ ഭാഗത്തൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ വരും കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് 2 കേക്കും തമ്മിൽ ജോയിൻ ആയി വരുന്ന ഭാഗത്തായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ മുകളിലുമായിട്ട് സെയിം ഡെക്കറേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സിൽവർ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ഡെക്കറേഷനും ഈ ഒരു കേക്കിൻ്റെ എല്ലാ പണിയും കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഡെലിവറി ചെയ്യണതിൻ്റെ മുന്നായിട്ട് വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു കേക്ക് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ആ കസ്റ്റമറിനുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ 2 കേക്കും, അതായത് ഉപ്പാൻ്റെ വീട്ടിലത്തെ ഉമ്മാൻ്റെ വീട്ടിലത്തെ കേക്കും നമുക്ക് തന്നെ ഇരുന്ന് അവർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുകളിലായിട്ട് വൈറ്റ് കളറും താഴെ ഭാഗത്തായിട്ട് ബ്ലൂ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 8 ഇഞ്ച് സൈസിലാണ്. ഇതിന് 4 ലെയേഴ്സാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സൈഡിലും മുകളിലുമായിട്ട് സ്പാച്ചുല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ സെയിം തന്നെയാണ് മുകളിൽ വന്നിട്ടുള്ള കേക്കിനും വന്നിട്ടുള്ള ഡെക്കറേഷൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് ഇതിനൊന്ന് സ്റ്റാക്ക് ചെയ്യണുണ്ട്. താഴെ ഭാഗത്ത് 8 ഇഞ്ചും മുകളിലായിട്ട് 5 ഇഞ്ച് സൈസിലാണ് കേക്കിനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും മുന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ച് മുന്നായിട്ടുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ബീഡ്സ് മാത്രമാണ് ഈ ഒരു കേക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ഇതിലും ഫോണ്ടൻ്റ് വർക്കൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ബീഡ്സ് വലിയ സൈസിലും ചെറിയ സൈസിലുമുള്ള ബീഡ്സ് മിക്സ്ഡ് ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഈ ഒരു കേക്കിനുള്ള ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. പിന്നെ ആ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബട്ടർഫ്ലൈയും കൂടി വെച്ച് കൊടുക്കാൻ. അപ്പോൾ അത് പിന്നെ ഡെലിവറി ചെയ്യണതിൻ്റെ മുന്നായിട്ട് വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതാ വലിയ സൈസിലും ചെറിയ സൈസിലൊക്കെ ആയിട്ടുള്ള ബീഡ്സ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ബീഡ്സാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി ബട്ടർഫ്ലൈ ഡെലിവറി ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് വെച്ച് കൊടുക്കും. ഈ ഒരു സമയത്തായിട്ട് തന്നെ ബാക്കിയുള്ള പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പഞ്ചസ് ഓരോന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സെയിം പാത്രങ്ങൾ തന്നെയാണ്, ബേക്കിംഗ് ടിന്നുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോന്നും ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ട്, അത് ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇത് വൈകിട്ട് ഒരു 4 മണിക്കാണ് ഈ ഒരു കേക്ക് കൊടുക്കണം കേട്ടോ, 2 കേക്കും. അപ്പോൾ ആദ്യത്തെ കേക്കിലായിട്ട് ടോപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്, ബ്ലൂവും അതുപോലെ യെല്ലോ കളറിലുള്ള ബട്ടർഫ്ലൈയും. പിന്നെ ടോപ്പർ കൊടുത്തിട്ടുണ്ട്, ഫോണ്ടൻ്റിൽ നെയിമും എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 കേക്കും സെയിം കസ്റ്റമറിന് തന്നെ ഉള്ളതായിരുന്നു. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ഡെലിവറി ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം 1/2 kg നട്ടി ബബിൾ വൈകിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ സ്പഞ്ച് കട്ട് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചൂടാറിയതിൻ്റെ ശേഷം ഞാനിവിടെ ഐസിങ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു. അതിൻ്റെ ലെയറിൽ ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് കൊടുത്തു. പിന്നെ എന്താ പറയുക, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സും പിന്നെ ആൽമണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിൽ ലെയറിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫില്ലിങ്സിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ലെയറായിട്ട് വെച്ചിട്ട് ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. ഇത് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. 5 മണിക്കാണ് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേന് എത്തിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ കൊടുക്കാനുള്ളതാണ്. ഇത് ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ലെയർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെ വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് ഐസിങ് ചെയ്യണത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് തിക്ക് ഗണേഷും അതുപോലെ ആൽമണ്ട് റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി വേണമെന്നുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അത് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം നട്ടി ബബിൾ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു നട്ട്സൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തായിട്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബബിൾസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഗണേഷാണ്. അതുകൊണ്ട് തന്നെ ബബിൾസ് കൊടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റിന് തന്നെ കിട്ടും. അത് ലൂസായിട്ടുള്ള ഗണേഷാണെന്നുണ്ടെങ്കിൽ ബബിൾസ് അധികം ഭംഗിയൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് കേക്കിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻ്റിൽ നെയിം കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചതിൻ്റെ ശേഷം ഇവിടെ ജർമ്മൻ ഫോറസ്റ്റ് ഫൈനൽ കോട്ടിങ് ചെയ്യണേ. അപ്പോൾ ഫ്രീസറിൽ വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം ഒന്നും കൂടി ഇരുന്ന് കൂളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണത് തിരക്ക് പിടിച്ച് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു കേക്ക് എളാപ്പാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. കാരണം എല്ലാ കേക്കും കൂടി ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ സ്പേസ് ഉണ്ടായിരിക്കില്ല. ടയർ കേക്കാണ് പിറ്റേ ദിവസം കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയാൽ ഇതവിടെ കൊണ്ടുപോയി വെക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തിരക്ക് പിടിച്ചിട്ട് ഇതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യണത്. സാധാരണയായിട്ട് നോമ്പാകുമ്പോൾ അധികം ഓർഡറൊന്നും വരാറില്ല. ഡെയിലി ഓരോ ഓർഡർ വരും. ചിലപ്പോൾ ഓർഡർ ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ വന്നപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ടായി പോയി. പിന്നെ നോമ്പ് ആകുമ്പോൾ നമുക്ക് ഇപ്പം നല്ല ചൂടുമല്ല, ഈ ചൂടുള്ള സമയത്ത് നല്ല ക്ഷീണം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നോമ്പുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജോലി അധികം ഉണ്ടായിരുന്നില്ല. വീട്ടിലത്തെ ജോലിയൊക്കെ കൂടുതലും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഉമ്മയും ഹസ്ബൻഡും എല്ലാവരും കൂടി ആയിട്ടൊക്കെയാണ് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നട്ടി ബബിൾ കേക്ക് ഡെലിവറി ചെയ്തു. പിന്നെ നോമ്പ് തുറക്കാനുള്ളത് ഇതാ ഇത്ര ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാനല്ല കൂടുതലും ചെയ്തിട്ടുള്ളത് കേട്ടോ.
പൊരിക്കടിയൊക്കെ ഉമ്മ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജ്യൂസ് ഹസ്ബൻഡ് അടിച്ചു. അങ്ങനെ കട്ടിങ്ങും ഒക്കെ അവരൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ജർമ്മൻ ഫോറസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് പിറ്റേ ദിവസം കൊടുക്കുമ്പോഴാണ് നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ദിവസത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ പിറ്റേ ദിവസത്തെ വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. ആ ഒരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസ്, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്